നമസ്കാരം. വുമൺസ് വൈബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സാഹിത്യ ലോകത്ത് പരിചിതമായ മുഖമാണ്. ഷാർജ ബുക്ക് ഫെയറിൽ എപ്പോഴും പുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന ഒരു മുഖമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗീത നെന്മിനി ചേച്ചി. സ്വാഗതം. നമസ്കാരം. ഇത്തവണ ഷാർജ ബുക്ക് ഫെയറിലേക്ക് ഒരു പുതിയ പുസ്തകവുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് അല്ലേ? അതെ. എന്താണ് പുസ്തകം? പുസ്തകം ഏകതാര എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. അതൊരു ഗസൽ സിംഗറിൻ്റെ കഥയാണ്. അപ്പോൾ കവിതകളൊക്കെ ഉണ്ട്, അതൊക്കെ എൻ്റെ കവിതകൾ തന്നെയാണ്. പിന്നെ അതൊരു സങ്കീർണമായ മനുഷ്യബന്ധങ്ങളുടെ കഥയാണ്. ഇത് ഏകതാരയുടെ കഥ പറയുകയാണെങ്കിൽ അതിന് ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ സങ്കീർണത നിറഞ്ഞൊരു ജീവിതം. ഇയാൾക്ക് അതിനുശേഷം അയാൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ട അയാളുടെ ജീവിതത്തിലേക്ക് അയാളുടെ ലാസ്റ്റ് ഭാഗത്ത് അയാൾ 25 കൊല്ലത്തെ അയാളുടെ ഒരു ദാമ്പത്യ ജീവിതം മറന്നു പോവുകയും അവസാനത്തെ 5 കൊല്ലം അയാൾ ഓർമ്മിക്കുകയും ചെയ്തു. അപ്പോൾ ആ 5 കൊല്ലത്തെ അയാളുടെ ഭാര്യ ഉണ്ടായിരുന്നു, അത് വേറൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ ആ സ്ത്രീയോട് സംസാരിക്കുകയായി അയാൾ ഈ അമ്നേഷ്യ വന്ന ശേഷം. അങ്ങനെ പതുക്കെ അയാളുടെ ഭാര്യ ആ കാമുകിയായി മാറാനുണ്ടായത്. അങ്ങനെയുള്ളൊരു പ്രത്യേക സ്റ്റോറിയാണ്. ആക്ച്വലി ഈ സ്റ്റോറി സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു മാഷിൻ്റെ കഥയാണ്. പുള്ളിയുടെ ജീവിതമാണത്. 2 സ്ത്രീകളും 2 ടീച്ചർമാരായിരുന്നു. അതെൻ്റെ മനസ്സിലുണ്ട്. അതാണ് ആ കഥയുടെ ഒരു തന്തു അങ്ങനെയാണ് വന്നത്. അത് കഥാരൂപത്തിൽ എഴുതിയതാണ് ഈ ഏകതാര. നമുക്കറിയാം, ഇത് കേട്ടപ്പോൾ തന്നെ വളരെ സങ്കീർണമായ ഒരു ജീവിത കഥ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, ഒരു കഥ എഴുതുക നമ്മുടെ ചിന്തകളാണല്ലേ നമ്മൾ അക്ഷരങ്ങളായിട്ട് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് പിറവി എടുക്കുന്നതിന് തുല്യമാണ് ഒരു പുസ്തകം എഴുതി പുറത്തേക്ക് വരിക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കഥ നമുക്കറിയാം, കഥകളും ജീവിതാനുഭവങ്ങളും രണ്ടും രണ്ടാണ്. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്ത കുറേ ഏടുകളാണ് അല്ലെ, അവരുടെ ലൈഫാണത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനോട് ഒരു നീതി പുലർത്താനായിട്ട് സാധിച്ചത്? അത് തീർച്ചയായും നീതി പുലർത്താൻ സാധിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ജീവിതത്തിൽ ഞാൻ വേറൊരു ജീവിതം അനുഭവിക്കുകയാണ്. കാരണം നമ്മുടെ ഒരു സമാന്തര ലോകം നമ്മളപ്പോൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. കഥ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സമാന്തര ലോകമാണ്. നമ്മൾ ആ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവരുടെ എല്ലാ വികാരങ്ങളും അതേ തീവ്രതയോടെ അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അനുഭവിക്കുന്ന സന്തോഷം, സംതൃപ്തി, അതിൽ നമുക്ക് നമ്മളുടെ പരകായ പ്രവേശമുണ്ട്. അങ്ങനെ മാത്രമേ അത് കഥ എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എഴുതുന്ന ക്യാരക്ടേഴ്സായിട്ട് മാറുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ ഞാനുണ്ടായിരിക്കും. അങ്ങനെ ഏതൊരു എഴുത്തുകാർക്ക് എഴുതാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം നമുക്കറിയാം ചേച്ചി, ഇപ്പം ഒരുപാട് താതാത്മ്യം പ്രാപിച്ചിട്ടാണ് നമ്മളൊരു കഥ എഴുതുന്നത്. ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്നവർക്കറിയാം, അവരെ കഥാപാത്രവുമായി ഇഴുകി ചേർന്ന് പിന്നെ കുറച്ച് സമയം എടുക്കും അവർക്ക് പുറത്തേക്ക് വരുവാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്ത് ഒരു പുസ്തകം എഴുതി കഴിയുമ്പോൾ എത്ര നാൾ ആ കഥാപാത്രവുമായിട്ട് അങ്ങനെ ആ ഒരു മാനസിക അടുപ്പത്തിലിരിക്കും? അടുത്ത കഥ എഴുതുന്നിടം വരെയാണോ, അതോ അത് എഴുതി പൂർത്തിയാകുമ്പോഴത്തേക്ക് ആ കഥാപാത്രത്തിൽ നിന്ന് വിട്ടകലെയാണോ ചെയ്യുന്നത്? കഥാപാത്രത്തിൽ നിന്ന് വിട്ടകലെന്ന് നമ്മളെ മക്കളെ പ്രസവിച്ച് എടുക്കുന്ന പോലെ എല്ലാ പുസ്തകങ്ങളും എൻ്റെ കുട്ടികൾ, തീർച്ചയായും അങ്ങനെയുള്ളൊരു തോന്നൽ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുട്ടി, 2ാമത്തെ കുട്ടി, 3ാമത്തെ, 4ാമത്തെ 4 പുസ്തകമായി കഴിഞ്ഞു, 4 കുട്ടികളായി. ആ ഒരു ഫീലാണുള്ളത്. അപ്പോൾ ആ ഫീലിൽ നിന്നും അതൊന്ന് മാറാൻ നമുക്ക് അടുത്ത കഥ എഴുതാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും ഞാനത് മാറിയിട്ടാണ് എഴുതുന്നത്. എൻ്റെ ആദ്യത്തെ പുസ്തകം നീലരാജി, പിന്നെ 2ാമത്തെ പുസ്തകം നടുമുറ്റം, 3ാമത്തത് പരിണതി, 4ാമത്തതാണ് ഏകതാര. ആദ്യത്തേതിന് പി കുഞ്ഞിരാമൻ നായരുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, പയസ്വിനി അവാർഡ്. 2ാമത്തേതിന് ക്ഷേത്ര പുരസ്കാരം MTയുടെ നാട്ടിൽ നിന്നുള്ളത് കിട്ടി. പിന്നെ ഈ പരിണതിക്കാണ് പിന്നെ സത്യജിത് റായിയുടെ പെൻ ബുക്കിന് അവാർഡ് കിട്ടിയത്. എങ്ങനെ ചേച്ചി ജനിച്ചു വളർന്നത് എവിടെയാണെന്നൊന്ന് പറയാം? ഞാൻ ശരിക്കും ജനിച്ചു വളർന്നത് കോഴിക്കോടാണ്. ഗുരുവായൂർപ്പങ്കുളയിലാണ് പഠിച്ചത്. ശരി. അപ്പൊ എന്ന് തൊട്ടാണ് ഈ കഥയുടെ, ചേച്ചി കവിതയും എഴുതുമല്ലോ അല്ലേ? കവിതയിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ കഥയുടെ അല്ലെങ്കിൽ കവിതയുടെ ലോകത്തേക്ക് എപ്പോഴാണ് കടന്നു വന്നത്? അല്ലെങ്കിൽ നമുക്കറിയാലോ, ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളാണ് നമ്മൾ എഴുത്തിന്റെ ലോകത്തേക്ക് കടക്കുന്നത്. ഓഫ് കോഴ്സ് നമുക്കൊരു സർഗാത്മകത ഉണ്ടാകും, എങ്കിൽ പോലും ചില പ്രത്യേക സാഹചര്യത്തിലേക്കാണ് നമ്മൾ ഇതിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ എപ്പോഴാണ് ജീവിതത്തിൽ എനിക്ക് ഇങ്ങനൊരു കഴിവുണ്ട്, അല്ലെ എനിക്ക് പറ്റുന്നൊരു തിരിച്ചറിവുണ്ടായത്? അത് അന്നത്തെ കാലത്ത് സ്കൂളുകളിൽ സാഹിത്യ സമാജം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. എല്ലാ മാസവും ഒരു സാഹിത്യ സമാജം ഉണ്ടാവും. അപ്പോൾ കുറച്ച് കഴിവുള്ളവർ, പാട്ട് പാടാൻ കഴിവുള്ളവർ, എഴുതാൻ കഴിവുള്ളവർ, അവരത് ചെയ്യും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാഷ് മലയാളം മാഷായിരുന്നു.
ആ മാഷ് എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പ്രോത്സാഹനം കിട്ടിയിട്ട് അപ്പോൾ എനിക്ക് ഞാൻ തന്നെ കൊള്ളാമല്ലോ എന്നൊക്കെ തോന്നാൻ തുടങ്ങി. ഞാൻ അങ്ങനെ എഴുതാൻ തുടങ്ങിയത്, ചെറിയ കഥകൾ എഴുതാൻ തുടങ്ങി, ചെറിയ ചെറിയ കഥകൾ. മഞ്ഞപ്പൂമ്പാറ്റയും കുഞ്ഞിക്കിളിയും എന്നാണ് ആദ്യം എഴുതിയ കഥ. അതൊരു കുട്ടിക്കാലത്തിന്റെ ഒരു കഥ അല്ലേ? അന്ന് ഞാൻ 7th പിന്നീട് ഞാൻ പിന്നെ 10ാം ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രീ ഡിഗ്രിയാണ് നല്ല പുഷ്കല കാലം. നമുക്ക് എങ്ങനെ പ്രണയബന്ധങ്ങൾ അല്ലെ കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും ഒക്കെ വരുന്ന ഒരു വേറെ വ്യത്യസ്തമായ ഒരു ലോകത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഞാനത് ഒരു ഇതിൽ എഴുതിയിട്ടുണ്ട്. അയ്യനത്തിന്റെ ബുക്കുകൾ എനിക്ക് വായിക്കാൻ എന്താ അറിയാത്തൊരു തെറ്റ് പറഞ്ഞ പുസ്തകമുണ്ട് അയ്യനത്തിന്. ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അതിനെല്ലാവരും വീട്ടിൽ നിന്നും, എൻ്റെ വീട്ടിൽ നിന്നല്ല പക്ഷെ വലിയമ്മ അങ്ങനെ ഒരു ജോയിൻ ഇതിലുള്ള എല്ലാവരും വായിക്കുമ്പോൾ അതൊന്ന് വായിക്കാനായിട്ടില്ല, എൻ്റെ പ്രായത്തിന് ചേർന്നല്ല പറയും. അങ്ങനെ പറയുന്നതോറും എനിക്കത് വായിക്കാനൊരു ആഗ്രഹം വന്നു. എന്നിട്ടാണ് ഞാൻ ആ പുസ്തകം എൻ്റെ വലിയമ്മയുടെ വീട്ടിൽ നിന്ന് തന്നെ കാണുകയും ഞാൻ വായിക്കുകയും ചെയ്തു. അപ്പോഴും ഭയങ്കര പ്രശ്നമായി. എന്തിനാ അപ്പം അത് വായിച്ചത്, എനിക്ക് വായിക്കാനുള്ള പ്രായമായിട്ടില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ വീട്ടിൽ ചെന്ന് അമ്മയുടെ മോക്കാകെ ദേഷ്യം വന്ന് മോൻ ചോപ്പിച്ചിട്ട് വീട്ടിൽ പോയി. ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ചെന്നപ്പോൾ തീർച്ചയായിട്ടും ആ അപ്പീൽ പോയി, ഇങ്ങനെ ചെയ്തു എന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു, ഒരു വായനയും തെറ്റല്ല കുട്ടി. പിന്നെ കുട്ടിക്ക് അത് വായിക്കാനുള്ള പ്രായമായിട്ടില്ല, കുറച്ചും കൂടി ആസ്വദിക്കാൻ പറ്റും. ഒരു പ്രീ ഡിഗ്രി 2 കൊല്ലം, ഒരു 10, 15, 16 വയസ്സ് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇപ്പം അതിനായിട്ടില്ല, ഒരു വായനയും തെറ്റല്ല മോളെ എന്ന് പറഞ്ഞു. അതാണ് എൻ്റെ ഏറ്റവും വലിയ. ഈ വായനയ്ക്ക് ശരിക്കും ഒരു പ്രായപരിധി ഉണ്ടോ? അല്ല, അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് കുറച്ചൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇന്നത് മാറി. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും വളരെ മോഡേൺ ആണ്. ഒരു ലിമിറ്റും ഇല്ലായിരുന്നു. അച്ഛന്റെ ഭാഗത്തു നിന്നാണ് അമ്മയുടെ രണ്ടുപേരും എൻ്റെ കഥ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുക ആദ്യം, എന്നിട്ടാണ് ഞാൻ എഴുതുക. എൻ്റെ ബ്രദേഴ്സും 3 ബ്രദേഴ്സാണ്. സെക്കൻഡ് ബ്രദറാണ്. അപ്പൊ 3 ലാസ്റ്റ് ആളോടില്ല, ബാക്കി 2 ആളോട് ഞാൻ എല്ലാ കഥകളും പറയും. ബ്രദർ കൂടെ വന്നിട്ടുണ്ട്, അതാണ് വന്നിട്ടുണ്ട് കൂടെ. ബ്രദറും സിസ്റ്ററും വന്നിട്ടുണ്ട്. പിന്നെ അല്ല. ഓക്കെ ചേച്ചി, ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ, ഇപ്പൊ ഒരു പ്രീ ഡിഗ്രി, PG കാലം വരെയൊക്കെ എഴുതി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നീണ്ട ഇടവേള വന്നോ ജീവിതത്തിൽ? എന്താണ് പറ്റിയത്? PG പോയിട്ടില്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞതും കല്യാണം കഴിഞ്ഞു 20 വയസ്സ്. പിന്നെ തീർച്ചയായിട്ടും ഒരു സ്ത്രീക്ക് സംഭവിക്കുന്ന പരിണാമം ഉണ്ടല്ലോ, കുടുംബ ജീവിതത്തിൽ നമ്മൾ ഒതുങ്ങിപ്പോവും. അപ്പോഴും എൻ്റെ വായന പോയിട്ടില്ല കേട്ടോ. ഞാൻ ഉറക്കൊഴിച്ച് കുട്ടികളെ ഉറക്കിയിട്ട് വായിക്കും. അങ്ങനെയാണ് ഞാൻ അവകാശികള്, അതുമാതിരി ഞാൻ ബംഗാളി നോവലിന്റെ ഭയങ്കര ഫാനാണ്. സുവർണലത എന്നുള്ളതും സത്യവിതര കഥകളൊക്കെ ഉള്ളവരാണ്. പ്രഥമ പ്രതിശ്രുതി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്താ പറയാ, ഏറ്റവും ഇഷ്ടപ്പെടുന്ന കഥകളാണ് ബംഗാളി നോവൽസ്. ജരാസന്ധനെ ഞാൻ ആദ്യം വായിച്ചത് ചെറിയ കുട്ടിയാകുമ്പോൾ, 5ാം ക്ലാസ് പഠിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ആ നോവല് എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ നോവലാണ്. 3 ഇതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആശാപൂർണദേവിയുടെ ഹിറ്റ് നോവൽ, ഒരുപാട് ദേശീയ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയ പുസ്തകമാണത്. അപ്പോൾ അതിന്നും എനിക്കിപ്പോഴും ചോദിച്ചാൽ ആരെ പറ്റിയും പറയാൻ പറ്റും. നമ്മൾ ചില സമയത്തുണ്ടല്ലോ, മക്കൾ അമ്മയും അച്ഛനേക്കാൾ പ്രസിദ്ധാവുന്നത് പോലെയാണ്. നമുക്ക് ആ പേരാണ് ഓർമ്മിക്കാൻ പറ്റുക, എഴുതിയ ആളുടെ പേരല്ല. തീർച്ചയായും അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ സുവർണലത എന്ന് പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ആ കാലഘട്ടം ഓർമ്മിക്കും. അപ്പോൾ അത് ഞാൻ അന്ന് നന്നായിട്ട് വായിക്കുമെന്ന് പറയായിരുന്നു. വായന ഞാൻ ഒരിക്കലും വിട്ടിട്ടില്ല. വായന പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ആനന്ദമാണ്. ഒന്നൊന്നും എനിക്ക് അത്ര വലിയ ആനന്ദം കിട്ടില്ല. അപ്പൊ ഈ വിവാഹം കഴിഞ്ഞ ശേഷം ഒരു ബ്രേക്ക് എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പൊ ആ സമയം ഇങ്ങനെ എഴുത്ത് കംപ്ലീറ്റ് ഉപേക്ഷിച്ച് മറന്നു വെച്ചതാണോ, അതോ താൽക്കാലികമായിട്ടൊരു ഉപേക്ഷിച്ച് വെച്ചതായിരുന്നോ? തൽക്കാലം അത് സമയം കിട്ടാഞ്ഞിട്ടും അതിന് നല്ല കോൺസെൻട്രേഷൻ വേണം. നമ്മളെ തന്നെ അതിനകത്തേക്ക് എഴുതി ചേർക്കണം. മഷി തന്നെ നമ്മളുടെ മനസ്സാണ്. തീർച്ചയായും. അങ്ങനെ മനസ്സ് ചെറിയ കുട്ടികളുള്ളപ്പോൾ ഒരിക്കലല്ല, അവർ വലുതാവുകയും അവരുടെ പഠിത്തത്തിന്റെ പിന്നാലെ പോയി പരീക്ഷകളിൽ ടെൻഷൻ അടിക്കുകയും പിന്നെ അങ്ങനെ ഒരു ജീവിതം നമ്മളങ്ങോട്ട് പോകുമല്ലോ. തീർച്ചയായും. പിന്നെ ഇവരൊക്കെ ജോലി സെറ്റിലായതിന്റെ ശേഷം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ആ 17-കാരി ഗീത, അച്ഛൻ്റെ ഗീതാമണി ഇപ്പോഴെൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാനത് തിരിച്ചു പിടിച്ചു. നമുക്ക് ചേച്ചി, എനിക്കറിയാം, എനിക്ക് ഒരു പരിചയമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് ഇതുപോലെ എഴുത്തും സാഹിത്യത്തിലും കലയിലുമൊക്കെ ഒരുപാട് നല്ല മുൻപിൽ നിൽക്കുന്ന കുട്ടികൾ. പക്ഷെ വിവാഹം കഴിഞ്ഞ ശേഷം അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ അവർ തളയ്ക്കപ്പെട്ടു പോവുകയാണ്. ഇതുപോലുള്ള ഈ സ്വഭാവ വ്യത്യാസങ്ങൾ നമുക്കറിയാം. നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോൾ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾ മറന്നു വെക്കുകയാണ്. അങ്ങനെയുള്ളവരോട് ഞാനെപ്പോഴും പറയും, അവർ ഷെല്ല് പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ പറ്റും. അങ്ങനെയുള്ളവരുടെ എഴുത്തിന്റെ ലോകത്ത് അങ്ങനെയുള്ളവരൊക്കെ എന്താണ് ഒരു ഉപദേശം ചേച്ചി കൊടുക്കാൻ പറ്റുക? എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ കടമകൾ മറക്കാൻ പാടില്ല. അത് ഒരിക്കലും പാടില്ല. നമ്മൾ നല്ല അമ്മയായിരിക്കണം, നല്ല ഭാര്യയായിരിക്കണം. അതിൽ എന്താണെന്ന് വെച്ചാൽ വീട്ടുചോറുണ്ടെങ്കിൽ വിരുന്ന് ചോറുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്.
ഇല്ല. തീർച്ചയായും. അപ്പോൾ നമ്മളുടെ കടമ ഒന്നും മറക്കരുത്. പിന്നെ നമ്മൾ ഖേദിക്കേണ്ടി വരും. തീർച്ചയായും. പക്ഷെ ഞാൻ അത് ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ സ്വസ്ഥമായി ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ തിരിച്ചു പിടിച്ചു. പക്ഷെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരു ജീവിതം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല ജീവിതം അനുഭവിക്കുക. ശരിക്കും പറഞ്ഞാൽ എഴുത്ത്, വായന, സംഗീതം, സൗഹൃദം, ഈ 4ഉം നമുക്ക് ഒരുപാട് സന്തോഷം, സംതൃപ്തി, ആനന്ദം ഒക്കെ തരുന്നതാണ്. അത് 4ാമത്തത് പറഞ്ഞ സൗഹൃദം, ഈ 3 ഒന്നിച്ചു തരും. കാരണം എൻ്റെ അനുഭവമാണ്. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് അമ്മു പറഞ്ഞ എൻ്റെ സിസ്റ്ററിലാണ്. അപ്പം എനിക്ക് ആ ഷെയറിങ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സന്തോഷമാണ്. പിന്നെ അങ്ങനെ ഒരിക്കലും ഒരു സ്ത്രീ നമ്മുടെ കഴിവുകളെ പുറത്തിറക്കാതിരിക്കരുത്. കാരണം പിന്നീട് കുറേ കാലം കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം പോയാൽ, നമ്മളുടെ ഇത് പോയാൽ, ഈശ്വരാ എനിക്ക് ഇങ്ങനെയൊരു കഴിവുണ്ടായിട്ട് ഞാനത് ചെയ്തില്ലല്ലോ എന്ന് നമുക്ക് സ്വന്തം തോന്നും. അതാണ് ഏറ്റവും വലിയ സങ്കടം. ചിലപ്പോൾ നമ്മൾ മനഃപൂർവ്വമായിരിക്കില്ല, ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ ആയിട്ടായിരിക്കില്ല ജീവിത സാഹചര്യങ്ങളെ കൊണ്ട് നമ്മൾ തന്നെ അതിന് വഴങ്ങി പോവുകയാണ്. എന്നാൽ അത് കഴിയട്ടെ, അടുത്തത് കഴിയട്ടെ എന്നിങ്ങനെ തോന്നും. അങ്ങനെ തോന്നുമ്പോഴേക്കും അവർ 5ൽ നിന്ന് 10, 10ൽ നിന്ന് ഡിഗ്രിയിൽ നിന്ന് എംഫിൽ ആ രീതിക്ക് പോകും. നമുക്ക് ശരിക്കും നമുക്ക് പറയായിട്ടുണ്ടോ? തീർച്ചയായും. ചേച്ചിയുടെ ഒരു ചിരിയിൽ നിന്ന്, ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സന്തോഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ അക്ഷരങ്ങളും ചേച്ചി ആസ്വദിച്ച്, അല്ലെ, വളരെ ആസ്വദിച്ച് അതുകൊണ്ട് താതാത്മ്യം പ്രാപിച്ച് തന്നെയാണ് ഓരോ പുസ്തകങ്ങളും ഓരോ വരികളും എഴുതുന്നത്. ഞാൻ ഓരോ വരിയും എൻ്റെ ഓരോ കഥാപാത്രങ്ങളോടും എനിക്ക് നല്ല പ്രണയമാണ്. ഈ ഗോകുൽദാസ് പറഞ്ഞ ക്യാരക്ടർ പുതിയ കഥയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും അറിയണമല്ലോ ഗോകുൽദാസിനെ, എനിക്കൊന്ന് അറിയണം എന്നൊരു ആഗ്രഹം തോന്നുന്നുണ്ട്. ആ ഗോകുൽദാസ് ഈ ലോകത്തിലില്ലാത്ത ഒരാളല്ല. അങ്ങനെ ഗോകുൽദാസ് ഉണ്ടാവും. അതായത് നമ്മൾക്ക് ചുറ്റുമുള്ളത് തന്നെയാണ് കഥകളായിട്ട് നമ്മൾ എല്ലാം ചുറ്റുമുള്ള. അതെ, ഒരിക്കലും ഒരു കഥ എന്ന് പറയുന്നത് ശൂന്യാകാശത്ത് നിന്ന് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റില്ല. നമ്മുടെ ചുറ്റും കാണുന്നതും കേൾക്കുന്നതുമായത് നമ്മുടെ ചിന്തയിലൂടെ കടന്നു പോകുന്നതാണ് നമ്മൾ വരികളായിട്ട് എഴുതി വെക്കുന്നത്. നമ്മുടെ ചിന്തകൾ തന്നെയാണോ എഴുതുന്നത്? നമ്മളെ മനസ്സിലുള്ളതാണ് നമ്മൾ എഴുതുന്നത്. നമുക്ക് മനസ്സിലുള്ളത് യഥാർത്ഥത്തിൽ എന്താ പറയാ, വിരൽ തുമ്പിലൂടെ പിറക്കുമ്പോൾ അപ്പോഴാണ് ശരിക്കും നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. സത്യമാണ്. തീർച്ചയായിട്ടും. ഇത് ഞാൻ ചിലപ്പോ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഇത് ഞാൻ തന്നെ എഴുതിയ. അതെ, ഒരുപടി തവണ തോന്നിയിട്ടുണ്ട് അല്ലേ. എൻ്റെ ആദ്യത്തെ കഥ ഞാൻ വന്നത്, ഞാൻ സെക്കൻഡ് ഹാഫിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വന്നത് കൃഷ്ണപക്ഷം എന്ന് പറഞ്ഞ കഥ എഴുതിയിട്ടാണ്. ആ കൃഷ്ണപക്ഷമാണ് എൻ്റെ ഹിറ്റ് കഥ ആക്ച്വലി. അതായത് ഞാൻ എന്താ പറയാ, കൃഷ്ണ പറഞ്ഞ അറിയാലോ, പാഞ്ചാലിയാണ്. പാഞ്ചാലിയും തക്ഷകനുമാണ് കഥാപാത്രം. ഈ പാഞ്ചാലിയുടെ, അത് ശരിക്കും പുരാണത്തിൽ പറയുന്നുണ്ട്, പാഞ്ചാലിയുടെ റൂമിലേക്ക്, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, പാഞ്ചാലിയുടെ മുറിയിലേക്ക് 3ാം ഊഴത്തിൽ അർജുനന്റെ കൂടെ ഇരിക്കുമ്പോൾ ഈ തക്ഷകൻ വന്നു കയറി. അതിന്റെ കാരണം എന്ന് വെച്ചാൽ പാഞ്ചാലിയുടെ മുടിയിൽ ഇഴകൾ പാതാളത്തിൽ പതിക്കുകയും അതിന്റെ ഒരു പ്രത്യേക സ്ത്രീ സഹജമായ സുഗന്ധം അയാൾ ആകർഷിച്ചു. അപ്പൊ അങ്ങനെ വന്നു നോക്കിയപ്പോ അർജുനനുണ്ട്. അതാണ് ശരിക്കും പുരാണം. പക്ഷെ ഞാനത് വേറെ രീതിക്ക് എഴുതി. കാരണം അതില് പാഞ്ചാലിയോട് സംസാരിക്കാൻ വന്നു, പ്രണയമായിരുന്നു, കാമമായിരുന്നില്ല. തക്ഷകൻ പറയുന്നത് നമ്മളുടെ പാമ്പ് സർപ്പരാജാവിന്റെ അല്ലേ. ആ സ്ത്രീനെ പ്രണയിക്കുകയാണ് ചെയ്തത് കൃഷ്ണനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സുഹൃത്തുക്കളായി, ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി, തമ്മിൽ ഭയങ്കര സൗഹൃദം വന്നു. പിന്നെ അങ്ങനെ അതിയായ ആ പ്രണയത്തിൽ ഈ സ്ത്രീക്ക് കിട്ടാതെ, ദാമ്പത്യ ജീവിതം പറഞ്ഞ 5 ഭർത്താക്കന്മാരിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒന്ന് അവിടെ കിട്ടി. അപ്പോ അത് അങ്ങനെ രീതിക്ക് പോയൊരു കഥയാണത്. അത് ആ ഒരു കഥ ഈ പുരാണത്തിൽ നിന്ന് എടുത്തതാണോ, വിദേശിയുടെ ഒരു ചിന്തയിൽ നിന്ന് ഉടലെടുത്താണോ? ചിന്ത തന്നെയാണ്, ചിന്തയിൽ നിന്ന് തന്നെ ഉടലെടുത്തത്. പക്ഷെ എന്റെ ഏറ്റവും ചില ബെസ്റ്റ് ഫ്രണ്ട്സ് പറഞ്ഞു, ഈ പുരാണത്തിലധികം കൈവെക്കണ്ട, എനിക്ക് കൈവയ്ക്കാൻ പറ്റും. ആ മേഖല ഭയങ്കര, നമ്മള് മഹാഭാരതത്തേക്ക് നോക്കിയാൽ മതി, ഇപ്പൊ നടക്കുന്ന സകല കാര്യം ഒന്നും അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായും. പക്ഷെ നമ്മളിനി ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. വടക്കൻ വീരഗാഥയിലെ ചന്തു വന്ന, ഞാൻ പഠിക്കുന്ന കാലത്ത് ചന്തു ഒരു നീചനാണ്, ചതിയനാണ്. പക്ഷെ ഇപ്പോഴും എനിക്ക് ഒരിക്കലും ചന്തുവിന്റെ ആ ഫീല് മനസ്സിലാവുന്നുണ്ട്. അത് തിരുത്തി എഴുതിയത് എംടിയുടെ ചന്തുവാണ് നമ്മളെ മനസ്സിൽ. അത് മമ്മൂട്ടിയുടെ ആ ഒരു ഫിഗറും അല്ലേ, സിനിമയും എഴുത്തിന്റെ ശക്തിയാണിത്. തീർച്ചയായും നമ്മൾ വായിച്ചെടുത്തത് മൊത്തം ചതിയൻ ചന്തു എന്ന് തന്നെയാണ് ചന്തുവിന്റെ പേര് വരുന്നത്. അത് പാട്ടുകളിലൂടെ ചതിയനാക്കിയതാണ്. വടക്കൻ പാട്ട് കിട്ടിട്ടില്ല, ആരോമലിനെ ചന്തുവിനെ
പാട്ടുകളാണ് നമുക്ക് തോന്നുന്നത് ചന്തു ഒരിക്കലും അങ്ങനെ ആവില്ല. ചതിയനാവില്ല എന്നാണ് എം ടി പറഞ്ഞത്. അതാവും ശരിയെന്ന്. പക്ഷെ അതിന് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. വിമർശനങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എഴുത്തിന്റെ പവർ, അതാ ഞാൻ അപ്പൊ എഴുത്തിനെ ശരിക്കും പറഞ്ഞാൽ സത്യവും മിഥ്യയുമാക്കി വേർതിരിക്കാൻ പറ്റുന്ന ഒരു നേർപ്പലകയാണ് എഴുത്ത് അല്ലെങ്കിൽ തൂലിക എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെയും സംഭവിച്ചിട്ടുണ്ടാവാം. അതിന് എന്താ വേണ്ട വെച്ചാൽ നമ്മളെ ആ സ്ഥാനത്ത് നിർത്തി നോക്കാം. അയാൾക്ക് എന്താണ് നഷ്ടപ്പെട്ടത്, എന്തുകൊണ്ട് അയാൾ അങ്ങനെ സത്യമാണ്. അത് ഏത് കാര്യത്തിനും രണ്ട് മുഖം ഉണ്ടാകും അല്ലേ? പലപ്പോഴും നമ്മൾ ഒരു മുഖം മാത്രമാണ് കാണുന്നത്. അവിടെ കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അടുത്തൊരു മുഖം നമുക്ക് കാണാൻ പറ്റുമായിരിക്കാം. എന്തായാലും ചേച്ചി ഇത്തവണ വന്നിരിക്കുന്നത് നമ്മുടെ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിലേക്കാണ്. ചേച്ചി അവിടെ വളരെ ചിരിച്ച് സന്തോഷിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലൊരു സന്തോഷമായിരുന്നു. പുതിയ പുസ്തകവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ ഷാർജ ബുക്ക് ഫെയറിൽ കുറച്ച് 3-4 വർഷമായിട്ട് ഞാൻ വരുന്നുണ്ട്, പുതിയ പുസ്തകങ്ങളുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്തവണ എന്താണ് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ? ഷാർജ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ശരിക്കും ഒരു സൗഹൃദങ്ങളുടെ ഒരു സംഘമാണ് ഇക്കൊല്ലം പരിചയപ്പെട്ട ആൾക്കാരെയും അതിന്റെ മുന്നേ ഉള്ളവരൊക്കെയും പിന്നെയും നമുക്ക് കാണാൻ തോന്നും. അത് പ്രത്യേക വൈബാ. തീർച്ചയായും അവിടെ ശരിക്കും പറഞ്ഞാൽ സൗഹൃദം പൂക്കുന്ന ഇടം കൂടിയാണ് അല്ലെ ഷാർജ? ഒന്നും പറയണ്ട. ഒരു വിഷമാണ് അവിടെ നിന്ന് ഇനി അടുത്ത കൊല്ലല്ലേ പറ്റൂ. പക്ഷെ ഒരിക്കലും ആ ബന്ധങ്ങൾ മുറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മള് എനിക്കിപ്പോ അന്നുണ്ടായ എല്ലാ ബന്ധങ്ങളും ഞാൻ ശരിക്കും തുടരുന്നതാണ്. എന്നെ അവർക്ക് അകാരണമായ ഇഷ്ടങ്ങളാണ്. ഒരുപാട് സ്നേഹ സൗഹൃദങ്ങൾ ഇത് കൂടെ സമ്പാദിക്കാൻ കഴിഞ്ഞു. നമുക്കറിയാം തൃശ്ശൂർ പൂരം അല്ലേ ചേച്ചി? തൃശ്ശൂർ പൂരം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പാറമേൽക്കാവും തിരുവമ്പാടിയും തമ്മിൽ യാത്ര പറഞ്ഞ് പിരിയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ പൂരം കഴിഞ്ഞ് അതേ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞ ഷാർജ ബുക്ക് ഫെയറിൽ വന്ന് കണ്ട് സൗഹൃദം പുതുക്കി, പുതിയ സൗഹൃദങ്ങൾ നേടി. ഇത് കഴിഞ്ഞ് പിരിയുമ്പോൾ പിന്നെ അവർക്ക് നമുക്കൊരു പ്രതീക്ഷയാണ് അടുത്ത വർഷം നവംബർ ഫസ്റ്റ് വീക്ക് തൊട്ട് എല്ലാരും കാണില്ല ഒരു ഇൻവിറ്റേഷൻ ഒക്കെ എടുത്ത് കാണുമ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത കഥയ്ക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. വേണ്ട അടുത്ത കൊല്ലം എഴുതാം എന്നൊക്കെ വിചാരിച്ചു അയ്യോ പോരാ, ഇപ്പൊ തന്നെ എഴുതിയാൽ അടുത്ത കൊല്ലത്തേക്ക് സെറ്റ് ആവുള്ളൂ എന്ന് തോന്നും. അത് അതായത് ഷാർജ ബുക്ക് ഫെയർ എഴുത്തുകാർക്ക് ഒരു പ്രതീക്ഷയാണ്, പ്ലോട്ടുകൾ കിട്ടും. സത്യമാണ് ഒരു പ്രതീക്ഷയല്ലേ, ഒരു വർഷത്തെ കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പിന്റെ അല്ലെ ഒരു ഇടവേളയാണ് ഈ 1 ഇയർ എന്ന് പറയുന്നത്. ഇത്തവണ വന്നിട്ട് കൂട്ടുകാരെയൊക്കെ കണ്ടോ? പിന്നെ എല്ലാവരും ഒന്ന് ബെസ്റ്റ് കണ്ട് ഒന്ന് വരണ്ടല്ലോ. ലാലി ചേച്ചി കാത്തിരിക്കുകയാണ്. ലാലി ചേച്ചിയുടെ പുസ്തക പ്രകാശനം ഉണ്ട്. ലാലി ചേച്ചി ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് എയർപോർട്ടിൽ എത്തും. ഉഷ ചേച്ചി ഇനിയൊക്കെ കണ്ടോ? കണ്ടിട്ടുണ്ട്. പുതിയ കൂട്ടുകാരെ വല്ലവരും കിട്ടിയോ? ഇഷ്ടംപോലെ. അതെ തീർച്ചയായും അവിടെ നമുക്ക് പുസ്തകങ്ങൾ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ അല്ലെ, ആ പുസ്തകങ്ങളുടെ മണം ഒരു വല്ലാത്തൊരു ആകർഷണമാണ്. ഈ പുസ്തകങ്ങളുടെ പുതുമണം എന്ന് പറയുന്നത് അതിന്റെ കൂടെ സൗഹൃദങ്ങളുടെ ആ ഒരു മണം കൂടെ ചേരുമ്പോഴത്തേക്ക് എല്ലാവരും പുസ്തകം വാങ്ങിക്കാൻ തോന്നും. നമ്മൾ കൊടുക്കുന്ന പോലെ ഞാൻ എല്ലാവരും ബുക്ക് വാങ്ങിക്കാറുണ്ട്. കാരണം എന്റെ ബുക്കും ഞാൻ അങ്ങനെ വന്നതല്ലേ. തീർച്ചയായും നമ്മള് ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. അപ്പൊ അത് എന്താ പറയാ, അതൊക്കെ നമ്മൾ അങ്ങനെ ഷെൽഫിൽ വെച്ചിട്ട് ഇനിയിപ്പോ അടുത്ത കൊല്ലമാണോ ഇവരൊക്കെ കാണാം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. എന്തായാലും ഏകതാരം ചേച്ചി, ഏകതാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി പറഞ്ഞാൽ അതൊരു ഇൻസ്ട്രുമെന്റ് ആണ്, ഒറ്റക്കമ്പിയുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. അതെവിടെയാണ് ശരിക്കും പ്രചാരത്തിലുള്ളത്? നമ്മുടെ ബാബുൽ ഗായകന്മാരൊക്കെ ഉപയോഗിക്കലാണ്. ശരിക്കും ഗീതാഗോവിന്ദം അതിലാണ് ഇങ്ങനെ ഒറ്റ കമ്പിയായിട്ട് ഒരു ചെറിയൊരു വീണയുടെ ഒരു ചെറിയ പതിപ്പ് ഒറ്റക്കമ്പി. അതാ ഏകതാരം എന്നാണ് അതിന് പറയുന്നത്. ഏകതാര. ഓക്കെ, താരം എന്ന് പറയുമ്പോൾ നക്ഷത്രമായി പോകും, മീനിങ്ങേ മാറിപ്പോയി. ഏകതാര ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ അതൊരു ഗസൽ സിംഗർ ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഗീതച്ചിയുടെ ഏകതാര ഒരുപാട് മനസ്സുകളിൽ നല്ല സംഗീതം പൊഴിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് അവാർഡുകൾ ചേച്ചി നേടിയെടുത്തിട്ടുണ്ട് ഈ വർഷം. ചേച്ചിയുടെ ഏകതാര ഏറ്റവും മുന്നിൽ വരട്ടെ, ഒരുപാട് പേരാൽ വായിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് അവാർഡുകൾ അതിന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാം നല്ല തിരക്കിലാണ്. ഇനിയിപ്പോ നേരെ ഷാർജ ബുക്ക് ഫെയറിലേക്ക് ആയിരിക്കും കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ. അപ്പൊ ഇത്രയും തിരക്കിനിടയിലും നമ്മുടെ കൂടെ വന്ന് കുറച്ച് സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും വീണ്ടും നമുക്ക് കാണാം. പുതിയൊരു പുസ്തകത്തിലൂടെ വീണ്ടും ഞങ്ങളുടെ മുന്നിൽ കടന്നു വരിക. അതുവരേക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു.